പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച മാത്രമല്ല, ഇന്ന് എൻ്റെ പിറന്നാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി. രാവിലെ ഉടുത്തിറങ്ങി ഞാനും മോനും ആൻറ്റിയുടെ മോനും കൂടിയിട്ട് അമ്പലത്തിൽ പോവാണ്. അപ്പോൾ അമ്പലത്തിലെത്തി നടന്നോട്ട്. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവർ കയറി കണ്ടാൽ മതി. അങ്ങനെ അമ്പലത്തിൽ പൊതുവേ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശാന്തം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, വീഡിയോ ഒക്കെ എടുത്ത് തൊഴുത്ത് ഒക്കെ സെറ്റാകാൻ പറ്റി. പിന്നെന്താ പറയുക, രാവിലത്തെ ഒരു മഴ, ചെറുതായിട്ടൊരു മഴ ഇതുണ്ടായതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. മൊത്തം മഴയായിരിക്കും. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അപ്പോൾ എന്താ അതിൻ്റെ പുറത്തൂടെ ഒക്കെ ഒന്ന്, കാരണം പിള്ളേരെ ചെറുക്കനെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്താടാ, ഒന്ന് ഫോട്ടോ എടുത്താടാ. കാരണം ഈ പിള്ളേർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് മടിയാണ്. എത്ര പറഞ്ഞാലും കേൾക്കില്ല. കണ്ട വീഡിയോ ഒക്കെ എടുത്ത് എങ്ങനെയാണെന്ന് തമ്പുരാനറിയാം. ദൈവമേ, തുമ്പും വാലും ഇല്ലാത്ത വീഡിയോ എൻ്റെത് മാത്രമായിരിക്കും യൂട്യൂബിൽ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു പുഴയുണ്ട്. അവിടെ പോവാണ്. എപ്പോഴും വന്നാലും പോകണമെന്നായിരിക്കും, പക്ഷെ നടക്കാറില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഞായറാഴ്ച മാത്രം ലീവ് കിട്ടുമ്പോഴത്തേക്കും ഈ ഓടിപ്പടച്ചില്ല പാച്ചിലല്ലേ എല്ലായിടത്തും. ഇന്ന് പിന്നെ കുറച്ചൊന്ന് സ്ലോ ആക്കി. കാരണം വണ്ടി ഓട്ടോ തിരിച്ചു വിട്ടിട്ട് നമ്മൾ പറഞ്ഞു മെല്ലെ വന്നോളാം. കുറച്ചൊരു സമയം നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് വൈബാണ്. ഒരു അമ്പലം എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്. ശാന്തം, സമാധാനം അല്ലേ. എനിക്കങ്ങനെയാന്നേ. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കണക്കന്നെ. ആ പുഴേൻ്റെ പേരാണ് കേട്ടോ, തേജസ്വിനി പുഴ. അപ്പം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. എന്താ പറയുക, എനിക്കാണെങ്കിൽ ഈ വീഡിയോ എടുത്തു തരാനുള്ള ഒരു ഈ പിള്ളേർക്ക് ആവാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ നല്ല എന്താ പറയുക, നല്ല ക്യാമറ കൊണ്ടുവന്ന് വെച്ചാൽ അടിപൊളി പൈസാണ്. അങ്ങനെ നല്ല ക്യാമറയും ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു വീഡിയോ കണ്ണിന് കുളിർമയേകുന്നത്. എൻ്റെയൊക്കെ വീഡിയോ കണ്ണിന് കുളിർമയേകൂലെങ്കിലും എന്താ പറയുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് വേണ്ടി മാത്രം അല്ലേ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്താ, നമ്മളെപ്പോലെയല്ലേ പാവങ്ങൾക്കും ജീവിക്കണ്ടേ അല്ലേ. എല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ. അപ്പം ഇങ്ങനെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.